ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് ക്ലീൻ ചിറ്റ്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഈ കേസുമായി ബന്ധമില്ലെന്ന് എക്സൈസ്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നും ഷൈൻ എക്സൈസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഷൈനെ തൊടുപുഴയിലെ ലഹരി ചികിത്സാ കേന്ദ്രത്തിലാക്കും. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 പേരെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. അതിൽ ഒരാളിനെ നമ്മൾ ഷൈനിനെ നമ്മൾ സേക്രഡ് ഹാർട്ട്സ് തൊടുപുഴയിൽ ഡി അഡിക്ഷന് വേണ്ടി വിട്ടിട്ടുണ്ട്. മറ്റ് 2 പേരെ നമ്മൾ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ AIC പറയുന്നു. അതായത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനകത്തുള്ള അന്വേഷണത്തിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് പറയുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തുള്ളത്. ചില ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കുറേ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ക്ലാരിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഷൈനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ഡ്രഗ് അഡിക്റ്റിന് നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്. അന്നേരം ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഷൈനും ആവശ്യപ്പെട്ടു എല്ലാവരുടെയും കൂടി സമ്മതത്തോടുകൂടിയാണ് വോളണ്ടറിലി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയും. എക്സൈസിന്റെ ഒരു സൂപ്പർവിഷനും കൂടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടാണല്ലോ അഡിക്റ്റ് ആയത്. ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതാണ് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തത വരാനുണ്ട്. അല്ല, വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. അല്ല, അത് അങ്ങനല്ല. അത് നമുക്ക് കുറച്ച് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിന്റെ ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറേ ഡേറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന ഡേറ്റ അനുസരിച്ച് ഇവർ പറഞ്ഞ എന്തെങ്കിലും കള്ളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ രണ്ടാമത് വിളിപ്പിക്കും. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ആവണം എന്നില്ലല്ലോ. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ വന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ചു. പിന്നെ ഇവരെ 2 പേരെയും വിളിച്ചു. അങ്ങനെ വേറെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് നമുക്കിപ്പം പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. ഞാൻ പറയില്ലേ, കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും പറയാൻ. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, നടന്മാർക്കൊക്കെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. ഈ പ്രതി പറഞ്ഞ പേരുകൾ, ഇവരുമായി എങ്ങനെയാണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഷൈൻ ടോം ചാക്കോയെ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ? എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു? പൂജ, ക്ലീൻ ചിറ്റ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി ഇടപാടുകളോ അല്ലെങ്കിൽ ലഹരി വിൽപ്പനയോ നടത്തിയിട്ടുണ്ടെന്ന് ഈ ഘട്ടത്തിൽ എക്സൈസിന് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവർക്ക് തസ്ലിമയുമായിട്ട് ബന്ധമുണ്ട്, മറ്റ് ലഹരി ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അതത് ജില്ലകളിലെ എക്സൈസാണ്. പക്ഷേ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കോ ശ്രീനാഥ് ഭാസിക്കോ ഇവിടെ എത്തിയ മോഡൽ സൗമ്യയ്ക്കോ ഈ ഘട്ടത്തിൽ ബന്ധങ്ങൾ കണ്ടെത്താൻ വേണ്ടി, ബന്ധങ്ങൾ തെളിയിക്കാൻ വേണ്ടി എക്സൈസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ എക്സൈസ് കേസുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സൈസ് കേസുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഈ പ്രതികൾ എന്നിൽ നിന്ന് നമുക്ക് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങൾ, നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇവരെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷ നൽകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവരെ റിമാൻഡൊക്കെ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് തന്നെയാണെങ്കിൽ അവരുടെ പക്കൽ 1 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരിക്കണം എന്ന് മാത്രവുമല്ല, ഇവർ
ഏതെങ്കിലും 1 കിലോയിൽ താഴെ ഹൈബ്രിഡ് കഞ്ചാവാണ് അവരുടെ കൈവശമുള്ളതെങ്കിലും അല്ലെങ്കിൽ അവർ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഇവർ അറസ്റ്റിൽ ആയാൽ പോലും ഇവരെയൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നിയമവ്യവസ്ഥയെ നമ്മളുടെ രാജ്യത്ത് നിലവിലുള്ളൂ. എന്തായാലും ഈ കേസിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചാണ്. ഷൈൻ ടോം ചാക്കോ താൻ ലഹരിക്കടിമയാണെന്ന് തിരിച്ചറിയുകയും ലഹരി വിമുക്ത ചികിത്സ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. മുൻപും ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ലഹരിയിൽ നിന്ന് വിമുക്തി നേടണമെന്ന് ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ആ നിലപാട് വളരെ നല്ലതാണ്. കാരണം അയാൾ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ചു വരുന്ന ഒരാളാണ്. അയാളുടെ കലാജീവിതത്തിനും അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും അതൊരു നല്ല കാര്യമാണ്. ശരി